സമകാലിക കേരളീയ ചിത്രകലയിൽ ആഴമേറിയ ദൃശ്യഭാഷ തീർത്ത പ്രശസ്ത ചിത്രകാരൻ നേമൻ പുഷ്പരാജിന്റെ ചിത്രശില്പ പ്രദർശനം തിരുവനന്തപുരത്ത് തുടരുന്നു. 1985 മുതൽ അദ്ദേഹം സൃഷ്ടിച്ച 1000-ലധികം കൃതികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പെയിന്റിങ്ങുകളും ശില്പങ്ങളുമാണ് ഈ പ്രദർശനത്തിലുള്ളത്. ഓഗസ്റ്റ് 31 വരെ തിരുവനന്തപുരം കോളേജ് ഓഫ് ഫൈൻ ആർട്സ് ആർട്ട് ഗാലറിയിലാണ് പ്രദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. അതിരൂക്ഷമായ നാടകീയതകൾക്ക് പകരം ആഴത്തിലുള്ളതും ലളിതവുമായ ആവിഷ്കാരങ്ങളിലൂടെ മനുഷ്യ അസ്തിത്വത്തെ പുനർവായനയ്ക്ക് വിധേയമാക്കുകയാണ് നേമം പുഷ്പരാജ്. അതിജീവനത്തിനായി പോരാടുന്ന മനുഷ്യരാശിയുടെ നിരന്തരമായ യാതനകൾ ഈ കൃതികളിൽ പ്രകടമാണ്. ശരീരം, ഓർമ്മ, പരിസ്ഥിതി എന്നിവയുടെ വിഭജനത്തിലൂടെ സമകാലിക യാഥാർത്ഥ്യങ്ങളെ ചിത്രങ്ങൾ ചോദ്യം ചെയ്യുന്നു. സർവ്വ മേഖലകളിലും ഇത്തരത്തിലുള്ള അപഭ്രംശമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോടതികളിൽ സ്വാഭാവികമായിട്ടും സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കോടതി വിധികൾ വരുന്നത്. അപ്പോൾ സാക്ഷികളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാൾക്ക്, സമ്പത്തുള്ള ഒരാൾക്ക്, മറ്റേതെങ്കിലും തരത്തിൽ ഒരു പോസ്റ്റ്മോർട്ടം നടത്തുന്നിടത്ത് പോലും സ്വാധീനിക്കാൻ കഴിയുന്നവർക്ക് കോടതി വിധികളൊക്കെ നിഷ്കരണം, നിർദ്ദയം അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അത് നമ്മളൊരു ചിത്രത്തിലൂടെ പ്രകടിപ്പിക്കുക. അപ്പോഴായിരിക്കും മനസ്സിനൊരു സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഇതിങ്ങനെ മനസ്സിൽ കിടന്നിട്ട് ചിലപ്പോൾ രാത്രികൾ ഉറക്കമില്ലാതാവും, അസ്വസ്ഥതയായിരിക്കും. അതിങ്ങനെ മനസ്സിൽ കിടന്ന് വളർന്നിട്ടാണ് പലപ്പോഴും എൻ്റെ പല ചിത്രങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഫൈൻ ആർട്സ് ഗാലറിയിൽ ഓഗസ്റ്റ് 23-ന് വിഖ്യാത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത പ്രദർശനം ഈ മാസം 31 വരെ തുടരും. കേരളത്തിലെ പ്രമുഖ സമകാലിക കലാകാരന്മാരിൽ ഒരാളുടെ 3 പതിറ്റാണ്ടിലേറെ നീണ്ട കലാസഞ്ചാരം അടുത്തറിയാനുള്ള അപൂർവ അവസരമാണ് ഈ ചിത്ര പ്രദർശനത്തിലൂടെ പ്രേക്ഷകർക്ക് ലഭിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.